നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് കേട്ട് നോക്ക്. ജസ്റ്റ് നിങ്ങളുടെ സ്വന്തം വോയിസിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റിൻ്റെ ഒക്കെ വോയിസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു വോയിസ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വോയിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വന്തമായിട്ട് പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Absolutely. A 2022 MIT study found that YouTube's recommendation system is responsible for over 70% of watch time on the platform, demonstrating just how powerful these algorithms are in shaping user experience and keeping viewers engaged. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാണെങ്കിൽ ഫ്രീ ടൈമിൽ ഇരുന്ന് കേൾക്കാം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ അതിനകത്ത് സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക്, അതേപോലെ തന്നെ PDF ഒക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് ആയിട്ട് ഇരുന്ന് കേൾക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ NoteGPT എന്ന് പറയുന്ന ടൂളിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലോ കൊടുക്കുക. പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. മുമ്പ് ഞാൻ ഇതുപോലെ എന്തെങ്കിലും എനിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മൈൻഡ് മാപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ടൂളാണ് ഗൂഗിളിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നിങ്ങൾ നോക്കൂ, ചൈനൻ്റെ ആണെങ്കിലും അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റുഡൻസിന്, റിസർച്ചേഴ്സിന്, എഡ്യൂക്കേറ്റേഴ്സിന്, പ്രൊഫഷണൽസിന്, അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സിന്, എല്ലാവർക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഇത് അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഫ്രീ പ്ലാൻ ഉണ്ട്, അത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അൺലിമിറ്റഡ് പ്ലാൻ നിങ്ങൾ 24 ഹവറിൻ്റെ ഉള്ളിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 50% വരെ ഓഫ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇത് പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് തന്നെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതുപോലെ ലിങ്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഏതെങ്കിലും ലിങ്ക് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ടൂളും യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ APIs കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ആയിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ വേറൊരു വീഡിയോൻ്റെ തംബ്നെയിലും അതുപോലെ തന്നെ അതിൻ്റെ ടൈം ലൈന്, അതിനകത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ തന്നെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡീപ്പായിട്ടുള്ള സമ്മറിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഒരുപാട് വേറെയും കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ മൈൻഡ് മാപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി പോഡ്കാസ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻബിൽറ്റ് ആയിട്ടുള്ള വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോന്നും നിങ്ങൾക്ക് പ്ലേ ചെയ്തിട്ട് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് സെറ്റ് ചെയ്യാം. ഇനി മുകളിൽ വോയിസ് ക്ലോൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വോയിസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പുതിയൊരു പേജിലോട്ട് റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ വോയിസോ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റിൻ്റെയോ വേറെ ആരുടെ വോയിസ് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വോയിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പോഡ്കാസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ കേൾക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. Stay curious, stay brave, and keep reaching higher. Your journey has only just begun. ഇപ്പോൾ എനിക്ക് എൻ്റെ തന്നെ വോയിസിൻ്റെ എന്ത് ചെയ്ത് ഒരു ക്ലോൺ കിട്ടി. ഞാൻ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അത് ബെറ്റർ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വോയിസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിത് ചൂസ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പേജിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഈ ഒരു പേജിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് AI ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മൈ വോയിസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വോയിസ് കാണാൻ പറ്റും. എൻ്റെ വോയിസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ അത് പ്ലേ ചെയ്ത് നോക്കാം. ഇനി അതിൽ ഞാൻ ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് കുറച്ച് ടൈം എടുത്തിട്ട് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തെ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നില്ല, ആ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. Welcome to our episode on YouTube and its recommendation system. Let's start at the very beginning. When a user first visits YouTube, how does the platform decide which videos to show on the homepage before it knows anything about the individual? Great question. Initially, YouTube relies on broad popularity metrics such as trending videos, most viewed content, and region-specific favorites. It's like walking into a bookstore and seeing bestsellers up front. The system highlights universally popular or new releases to appeal to most people. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബിൻ്റെ ഫീച്ചർ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ തന്നെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ഇതിനകത്ത് സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് യൂട്യൂബിൽ പോയിട്ട് ഏതെങ്കിലും ലിങ്ക് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ട വീഡിയോൻ്റെ പേരോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ നെയിം ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ആ ഒരു ചാനലിലത്തെ കംപ്ലീറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് സമ്മറൈസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വന്തമായിട്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരാം. ഇനി നിങ്ങളുടെ വീട്ടിലുള്ള പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൂൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക,
അപ്പോൾ അവർക്ക് ഹോംവർക്ക് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ ഒരു സ്ക്രീൻഷോട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഒരു PDF ഫയലോ എന്താണ് അതിനകത്ത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ. ഇവിടെ എക്സാമ്പിൾ കുറച്ച് കാണിക്കുന്നുണ്ട്, ഞാൻ അതൊന്ന് ഒന്ന് ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ AI തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് അനലൈസ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യുക, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്. ഇപ്പോൾ ഇത് പഠിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം കേട്ടോ അതിൻ്റെ ആൻസർ വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ചോദ്യം ചോദിക്കാം. ഇപ്പം നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പോൾ സെക്കൻഡ് പറഞ്ഞ ലൈനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.